എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് വേണം, നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, നൃത്തത്തില് തമ്പുരുവിനെ ഉണ്ണിമോള് തോൽപ്പിക്കുകയാണെങ്കിൽ ഉണ്ണിമോടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാന്ന് യശ്യമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മഹാവിഷ്ണുവിന്റെ അനുഗ്രഹത്തോട് കൂടിയിട്ട് ഉണ്ണിമോള് തമ്പുരുവിനെ നൃത്തത്തിൽ തോൽപ്പിക്കുകയാണ്. പക്ഷെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ ഒരു കാര്യം യശ്യമ്മയ്ക്ക് മനസ്സിലായി. ഈ വന്നിരിക്കുന്ന സാധാരണക്കാരല്ല, തന്നെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. താൻ യശ്യമ്മയാന്ന് അറിഞ്ഞിട്ടൊക്കെ തന്നെയാണ് ഇവര് തന്നോട് പോരടിക്കാൻ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ അപ്സരസുകളെ പോലെ തോൽപ്പിച്ച തനിക്ക് തന്നെ നൃത്തത്തിൽ തോൽപ്പിക്കാനായിട്ട് ഇവർക്ക് സാധിക്കില്ലോ. പിന്നീട് യശ്യമ്മ മഹാവിഷ്ണുവിന്റെ മോഹിനി രൂപമുണ്ട് മഹാവിഷ്ണുവിനോടും ഗിരിദേവനോടുമായിട്ട് ആ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. നിങ്ങൾ ആരാണ്, എന്തിനാണ് എന്റെ അരിയിലേക്ക് വന്നേ, നിങ്ങൾ വെറുതെക്കാരല്ലെന്ന് എനിക്ക് മനസ്സിലായെന്നൊക്കെ പറയണം. അവസാനം മഹാവിഷ്ണു തന്റെ വിശ്വരൂപം അങ്ങോട്ട് കാണിക്കണം. ഒരു നിമിഷം യശ്യമ്മ ഞെട്ടിപ്പോയി. പിന്നീട് ഗിരിദേവനും ആരാന്നുള്ള സത്യങ്ങളൊക്കെ മനസ്സിലാക്കുകയാണ്. മഹാവിഷ്ണുവിന്റെ ഗിരിദേവന്റെ മുന്നിൽ കൈകൂപ്പി യശ്യമ്മ നിൽക്കുകയാണ്. പിന്നീട് യശ്യമ്മയുടെ ആയിട്ട് മഹാവിഷ്ണു പറഞ്ഞു, അതെ എത്രയും പെട്ടെന്ന് തന്നെ തമ്പുരിനെ അവളുടെ അമ്മയ്ക്കും അച്ഛനും തിരികെ നൽകാൻ പറയാണ്. അങ്ങനെ യശ്യമ്മയോട് കൽപ്പിക്കുകയാണ്. ഇത് കേട്ടാ പിന്നെ യശ്യമ്മയ്ക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അതിനുശേഷം യശ്യമ്മ തമ്പുരുവിനെ കൊണ്ട് യശ്യമ്മ ക്ഷേത്രത്തിലേക്ക് പോവാണ്. അവിടെ വെച്ചാണല്ലോ തമ്പുരുവിനെ സ്വന്തമാക്കിയത്. അങ്ങനെ അവിടെ വെച്ച് കഴിഞ്ഞിട്ട് തമ്പുരുവിനെ അനുഗ്രഹിക്കുകയാണ്. നീ നിന്റെ അമ്മയുടെ അടുത്തേക്ക് പോയിക്കോളാം. ഇത്രയും നാള് എന്നെ അമ്മയെന്ന് വിളിച്ചു, ഇനി നീ നിന്റെ സ്വന്തം അമ്മേനെ പെറ്റമ്മയെ നീ അമ്മയെന്ന് വിളിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് അനുഗ്രഹിക്കുകയാണ്. അങ്ങനെ അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോഴത്തേനും തമ്പുരുവിന്റെ പോയ ഓർമ്മ തമ്പുരുവിന് വീണ്ടും കിട്ടുവാണ്. ഒരു നിമിഷം സ്വപ്നത്തിൽ എന്നോണം തമ്പുരു കണ്ണടച്ച് ഓർക്കുകയാണ്. തുറന്നു കഴിയുമ്പോൾ നോക്കിയപ്പോഴത്തേന് താനൊരു ക്ഷേത്രത്തിൽ നിൽക്കുന്നു. ഒന്നും മനസ്സിലാകുന്നില്ല. യശ്യാമ്മ അപ്പത്തേനും അപ്രത്യക്ഷമായിട്ടുണ്ടായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയില്ലാതെ എങ്ങോട്ട് പോകണമെന്നറിയാൻ നിൽക്കുകയാണ്. താൻ എങ്ങനെ ഇവിടെ വന്നു എന്നും പോലും അറിയത്തില്ല. അപ്പോഴേക്കും രഘുവരൻ എന്ത് ചെയ്യാണ്, രഘുവരൻ ക്ഷേത്രത്തിലേക്ക് വരുവാണ്. രഘുവരനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് ഗിരിദേവനാണ്. ഗിരിദേവൻ പറഞ്ഞു, യശ്യമ്മ ക്ഷേത്രത്തിലേക്ക് ചെല്ലുക, അവിടെ തമ്പുരു ഉണ്ടാവും. തമ്പുരു അച്ഛനെ തിരിച്ചറിയുമെന്ന് പറഞ്ഞു. അങ്ങനെ രഘുവരൻ ഓടി വരുമ്പോഴത്തേനും തമ്പുരു അച്ചാന്നും വിളിച്ച് ഓടി വന്ന് രഘുവരനെ കെട്ടിപ്പിടിക്കുകയാണ്. ഇതിൽ പരോട് സന്തോഷം വേറെ കിട്ടാനില്ല. രഘുവരന് മനസ്സിലായി വീണ്ടും ഗിരിദേവനും ഉണ്ണിമോളും തന്റെ മോളെ രക്ഷിച്ചിരിക്കുന്നുള്ള കാര്യം. പിന്നീട് രഘുവരൻ തമ്പുരുവിനെ കൊണ്ട് അങ്ങോട്ട് വരുമ്പോഴത്തേനും ഗിരിദേവനും ഉണ്ണിമോളും ഒക്കെ മുന്നിലേക്ക് വരുവാണ്. ആ സമയത്ത് അവിടുന്ന് മഹാവിഷ്ണു അപ്രതീക്ഷനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഗിരിദേവൻ പറഞ്ഞു, ഇനിയിപ്പോ സമാധാനമായില്ലേ, സമാധാനത്തോടെ പോകാലെന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ ഉണ്ണിമോളുടെ മുന്നിൽ കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞു, ദേ ഉണ്ണിമോള് കാരണമാണ് എന്റെ കുട്ടീനെ എനിക്ക് വീണ്ടും തിരികെ കിട്ടിയെന്ന് പറയാണ്. ഈ നന്ദിയും കടപ്പാടും ഒരിക്കലും മറക്കില്ല. ഉണ്ണിമോളോട് പറഞ്ഞ പോലെ തന്നെ ആ ക്ഷേത്രം പണി കഴിപ്പിക്കും ഞാൻ. ഉണ്ണിമോൾക്ക് വേണ്ടിയിട്ട് എന്റെ മോളെ തിരികെ തന്നതിന് ഞാൻ ചെയ്യുന്ന പ്രതിഫലമാണത്. ആ ക്ഷേത്രം എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ പണി കഴിപ്പിക്കുമെന്ന് പറയാം. ഇത് കേട്ട് ഉണ്ണിമോള് പറഞ്ഞു, അതിനു വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നേ. തമ്പുരിന്റെ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നേ. പക്ഷേങ്കിൽ എനിക്ക് ക്ഷേത്രം പണിയാനായിട്ട് ഉള്ള അനുഗ്രഹം തന്നെ ഇപ്പം അയ്യപ്പസ്വാമിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നൊക്കെ ഉണ്ണിമോളും പറയാണ്. അങ്ങനെ അവരോട് നന്ദി പറഞ്ഞിട്ട് രഘുവരൻ പോവാണ്. രഘുവരനും തമ്പുരും കൂടെ പോവാണ്. ഈ സമയം ഗിരിദേവൻ മഹാവിഷ്ണുവിനെ യശ്യമ്മേനും പോയി കാണുന്നുണ്ട്. യശ്യമ്മേനും പോയി കണ്ട് നന്ദി പറയുന്നുണ്ട് ഉണ്ണിമോളുടെ ആഗ്രഹം സഹായിച്ചു കൊടുത്തതിന്. അങ്ങനെ വീണ്ടും ഗിരിദേവനും ഉണ്ണിമോളും കൂടെ അങ്ങോട്ട് വരുവാണ്. അപ്പൊ ഉണ്ണിമോള് വരുന്ന വേറൊരിടത്തേക്കുമല്ല, ആ ശിവലിംഗം ഉണ്ടായിരുന്നു അവിടെയാണ്. ഉണ്ണിമോള് കുറെ ദിവസങ്ങളായിട്ട് അവിടെ അടിച്ചു തളിക്കുകയും തൂത്ത് വൃത്തിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ വരുന്ന സമയത്ത് അവിടെ വെച്ച് ഉണ്ണിമോൾ ആ കാഴ്ച കാണുന്നത് മുത്തശ്ശീനെയും അനസൂയയും വിനോദനെയും കാണുന്നത്. ഒരിക്കലും ഇങ്ങനെ ഒരു കാഴ്ച മുത്തശ്ശിയെ വേണമെങ്കിൽ പ്രതീക്ഷിച്ചിട്ടുള്ളതല്ല. കാരണം ഉണ്ണിമോളെ ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ട് വന്നാൽ കാണാൻ പറ്റുമെന്നൊക്കെയാണ്. കാരണം ഇനി ഒരിക്കലും ഉണ്ണിമോളെ കാണില്ല. ചിലപ്പോൾ ഉണ്ണിമോള് മരണത്തിലേക്ക് പോയിട്ടുണ്ടായിരിക്കും. ഗിരിദേവൻ പറഞ്ഞനുസരിച്ചാണെങ്കിൽ അധികം ആയുസ് അവൾക്ക് ഉണ്ടാകത്തില്ല. അങ്ങനെയൊക്കെ ഒരു വിചാരത്തോടു കൂട്ടാണ് അങ്ങോട്ട് വന്നത്. പക്ഷേങ്കിൽ അവിടുത്തെ തിരുമേനി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉണ്ണിമോൾ ഇവിടെ എന്നും വരുന്നുണ്ട്, ഇപ്പൊ എന്നും ഇവിടെ അടിച്ചു വൃത്തിയാക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉണ്ണിമോൾ വരുമ്പം കാണാൻ പറ്റുമെങ്കിൽ കാണാം. അങ്ങനെ ഒരു പ്രതീക്ഷയോടുകൂടെ കാത്തിരുന്നത്. അവരുടെ കാത്തിരിപ്പ് വെറുതെ ആയില്ല. ഉണ്ണിമോളും ഗിരിദേവനും അങ്ങോട്ട് വരുവാണ്. എന്തെന്നില്ലാതെ സന്തോഷം ദേവിയമ്മയ്ക്ക് തോന്നുന്നുണ്ട്. ദേവികമ്മ ഉണ്ണിമോളെ പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട് മോളെന്നും പറഞ്ഞുകൊണ്ട്. അതുപോലെ തന്നെ അനസയും വിനോദിന് സന്തോഷം സഹിക്കാൻ പറ്റിയില്ല. ഒരു പക്ഷേങ്കിൽ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചതിന്റെ ബലമായിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ അനുഗ്രഹം ഉണ്ടായെന്ന് വിനോദും വിശ്വസിച്ചു. പിന്നീട് വിനോദ് പറഞ്ഞു, ഉണ്ണിമോളെ തിരികെ വീണ്ടും കൊണ്ടുതന്നെ അയ്യപ്പസ്വാമി, അതുകൊണ്ട് ഞാൻ കെട്ടി നിറച്ച് ഞാൻ മലയ്ക്ക് പോവാന്ന് പറയാണ്. അങ്ങനെ വനമാലീശ്വരൻ ക്ഷേത്രത്തിൽ വെച്ച് വിനോദ് മലയ്ക്ക് പോകാനായിട്ട് മാലയിടുവാണ്. മാലയിട്ട് നോയമ്പ് നോറ്റ് കെട്ട് നിറച്ച് മലയ്ക്ക് വേണ്ടിട്ട് തുടങ്ങുവാണ്. ഈ സമയം ഉണ്ണിമോള് നെയ്മുദ്ര നിറച്ച് കൊടുക്കുന്നുണ്ട്.
കാരണം ഉണ്ണിമോൾക്ക് ഒരു ആപത്തും വരില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് വിനോദ് മലയ്ക്ക് വേണ്ടി തുടങ്ങുന്നത്. കാരണം വിനോദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദൈവങ്ങളൊന്നും എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, അയ്യപ്പ സ്വാമി പോലും എൻ്റെ പ്രാർത്ഥനകൾ കേൾക്കുന്നില്ല, അതുകൊണ്ടല്ലേ എൻ്റെ ഉണ്ണിമോൾക്ക് ഇപ്പൊ ആപത്ത് വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ദൈവത്തോട് കൂടെ ദേഷ്യം കാണിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അങ്ങനെ അതിനുള്ള പ്രായച്ചിത്തമൊക്കെ ആയിട്ട് ഉണ്ണിമോളെ തിരികെ വീണ്ടും തന്നേന് വിനോദ് കെട്ടുനിറച്ച് മലയ്ക്ക് പോകാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഉണ്ണിമോള് നെയ്മുദ്രയൊക്കെ നിറച്ചു കൊടുക്കുകയാണ്. ഈ സമയം ദേവികമ്മയുടെ ഉള്ളിലെ ഒരേ ഒരു പ്രാർത്ഥന, തന്റെ മോൾക്ക് ഒരു ആപത്തും വരുത്തില്ല, തന്റെ മോളെ തനിക്ക് ഇനിയും ജീവനോടെ കാണണം, കിരീടം പറഞ്ഞ പോലെ ഒരിക്കലും സംഭവിക്കില്ല എന്ന് മാത്രമായിരുന്നു മനസ്സിലെ പ്രാർത്ഥന. അങ്ങനെ വിനോദ് മലയ്ക്ക് പോവാണ്. ഈ സമയം ഉണ്ണിമോള് വീട്ടിലേക്ക് പോയില്ല. ദേവിയമ്മയോട് പറഞ്ഞു, മുത്തശ്ശി അതെ ഇവിടെ ഒരു ക്ഷേത്രം പണിയണം, ഈ ക്ഷേത്രം പണിയുന്ന സമയത്ത് ഞാനിവിടെ ഉണ്ടായിരിക്കണം എന്ന് പറയാം. പക്ഷെ ദേവികമ്മയ്ക്ക് ഉണ്ണിമോളെ ഇട്ടിട്ട് പോകാൻ പറ്റില്ലോ. അങ്ങനെ അനസൂയനെ പറഞ്ഞു വിട്ടു. പിന്നീട് ദേവകിയമ്മ ഉണ്ണിമോള് അവിടെ നിൽക്കുകയാണ്. അപ്പൊ എല്ലാ ദിവസവും അവിടെ തിരുമേനി വന്നിട്ട് ആ ശിവലിംഗത്തിന്റെ അവിടെ പ്രാർത്ഥനകളും കാര്യങ്ങളും എല്ലാം നടത്തുന്നുണ്ട്, പൂജകളും വഴിപാടും എല്ലാം നടത്തുന്നുണ്ടായിരുന്നു. കാരണം അവിടെ ക്ഷേത്രം പണിയുന്നോടം വരെ ഉണ്ണിമോൾക്ക് അവിടെ നിൽക്കണം. ഉണ്ണിമോളും അവിടെ പ്രാർത്ഥനകളും വഴിപാടുകളും ഒക്കെ ആയിട്ട് അവിടെ ഉണ്ണിമോള് നിൽക്കുകയാണ്. അങ്ങനെ അവസാനം ക്ഷേത്രം പണിയാനുള്ള തീരുമാനങ്ങളും കാര്യങ്ങളും എല്ലാം ആയി. ഉണ്ണിമോള് അവിടെ അടുത്തുള്ള ഒരു വീട്ടിലാണ് ഉണ്ണിമോളും ദേവികമ്മയും പോയി കിടന്നുകൊണ്ടിരുന്നത്. പക്ഷെ ആ സമയത്ത് ഉണ്ണിമോൾക്കുള്ള സമയമെത്തി. കാലൻ അങ്ങനെ കയറും കൊണ്ട് വരുവാണ്. അവസാനം 3-ാം യാമത്തില് കാലം വരും. കാലം വരുന്ന സമയത്ത് ഉണ്ണിമോളെ ആർക്കും രക്ഷിക്കാൻ പറ്റില്ലെന്ന് ഗുളിയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഗുളിയൻ പിൻവാങ്ങിയത്. കാരണം 2-ാം യാമത്തിനും ഗുളിക ഉണ്ണിമോളെ ഇല്ലാതാക്കേണ്ട പറ്റിയില്ല. അങ്ങനെ 3-ാം യാമം വന്നെത്തുവാണ്. ഉണ്ണിമോളെ ഇല്ലാതാക്കേണ്ട കാലം വരുവാണ്. ഈ സമയത്ത് ഇതൊന്നും ഉണ്ണിമോൾ അറിഞ്ഞിരുന്നില്ല. മുത്തശ്ശിയാണെങ്കിലും ഭയങ്കര പ്രാർത്ഥനയിലാണ് അയ്യപ്പസ്വാമിയോട്. അറിയാവുന്ന ദൈവങ്ങളെ എല്ലാം വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വീട്ടിൽ ചെന്നിട്ടാണെങ്കിലും അനസൂയ ഇതുപോലെ തന്നെയായിരുന്നു. അനസൂയയ്ക്കും ഭയങ്കര സന്തോഷമായിരുന്നു, ഉണ്ണിമോളെ കണ്ടെത്താൻ പറ്റിയല്ലോ. പക്ഷെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അനസൂയ കാഴ്ച കാണുന്നത് പൂക്കളെല്ലാം ചുമന്നിരിക്കുന്നു. ഇനിയിപ്പോൾ ഒരു പൂവും കൂടെ ഉള്ളൂ ചുമക്കാനായിട്ട്. ഒരു പക്ഷേ ഉണ്ണിമോളുടെ അവസാനം ഇങ്ങ് എത്തിയോ എന്നൊരു ചിന്തയുണ്ടാകുന്നുണ്ട്. പക്ഷേങ്കിൽ ഇത് ആരോടും പറയാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ മുത്തശ്ശിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശിയുടെ മനസ്സ് വേദനിക്കും. ഉണ്ണിമോളെ അടുത്ത് കിട്ടിയ സന്തോഷത്തിലാണ് പാവ അമ്മ. അതുകൊണ്ട് ഇനി പറയാനും പറ്റത്തില്ലാത്തൊരു അവസരത്തിലായിരുന്നു അനസൂയ ഉണ്ടായിരുന്നത്. അങ്ങനെ പിറ്റേ ദിവസം അനസൂയ ചെന്ന് നോക്കിയപ്പോഴത്തേനും ആ പൂവ് ഏകദേശം കളർ മാറി വരുന്നുണ്ട്. പക്ഷെ ഈ പൂവും കൂടെ കളർ മാറിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, എന്താവും എന്നൊരു ചിന്ത അനസൂയയുടെ മനസ്സിലും ഉണ്ടായിരുന്നു. ഈ സമയം ഇതൊന്നും ഉണ്ണിമോളോട്ട് അറിഞ്ഞിരുന്നില്ല. ഉണ്ണിമോള് പതിപോലെ എന്നും വലമാരീശന്റെ അവിടെ പോയി പ്രാർത്ഥിക്കും. പിന്നീട് ആ ശിവലിംഗത്തിന്റെ അവിടെ വന്ന് അടിച്ചുവാരി തൂത്ത് വൃത്തിയാക്കി വിടുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു രാത്രിയായി കഴിഞ്ഞപ്പോൾ തന്നെ ദേവകിയമ്മ ഉണ്ണിയമ്മൂളും കൂടെ കിടന്നുറങ്ങുവാണ്. അങ്ങനെ കാലം വരുവാണ്. കാലം വരുന്ന ഒരു പാമ്പിന്റെ രൂപത്തിൽ അങ്ങോട്ട് വരുവാണ്. ഒരു സർപ്പം വന്ന് ഉണ്ണിമോളുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക. ഉണ്ണിമോൾ നല്ല ഉറക്കവാ. ഉണ്ണിമോൾ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ദേവകിയമ്മ ഒരു സ്വപ്നം കണ്ട് ഇങ്ങനെ ഞെട്ടി എഴുന്നേക്കും. കാണുന്ന കാഴ്ച ഒരു സർപ്പം ഉണ്ണിമോളുടെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നതാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ അലറി വിളിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിൽ അയ്യപ്പസ്വാമി എന്ന് വിളിച്ച് ദേവകിയമ്മ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി എന്ത് സംഭവിക്കാന്ന് അറിയത്തില്ല. ഉണ്ണിമോളെ ആ സർപ്പം കുത്തുവോ, ഉണ്ണിമോളുടെ ജീവൻ അപഹരിക്കുവോ, അതോ ഇനി ഇപ്പം ദേവികമ്മയുടെ ആഗ്രഹം പോലെ ഉണ്ണിമോൾ തിരികെ ജീവിതത്തിലേക്ക് വരുവാന്ന് അറിയത്തില്ല. പക്ഷെ ഉണ്ണിമോള് മരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 3-ാം യാമത്തിൽ ആർക്കും രക്ഷിക്കാൻ പറ്റില്ല. അങ്ങനെ ഉണ്ണിമോള് വിഷ്ണു ലോകം പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് കാത്തിരുന്നാണ്. എന്തായാലും ഇനി അധിക ദിവസങ്ങളില്ല. ഉണ്ണിമോൾക്ക് ആ ക്ഷേത്രം പണി കഴിപ്പിക്കാൻ പറ്റുമോ, അത് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് ഉണ്ണിമോള് ജീവനോടെ ഉണ്ടാവുമെന്നൊന്നും അറിയത്തില്ല. അപ്പൊ അതിന്റെ വിശേഷമൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഭയങ്കര കാര്യമായിരുന്നു ഉണ്ണിമോളെ. ഇത്രയും നാളും എല്ലാവരുടെ മനസ്സിലൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ, ഉണ്ണിമോള് മരിക്കരുത്, കാരണം ഉണ്ണിമോൾ ഇനിയും ജീവിക്കണം എന്നുള്ളത്. അയ്യപ്പസ്വാമി ഉണ്ണിമോളെ വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണം എന്നുള്ളത്. പക്ഷെ ഉണ്ണിമോൾക്ക് ഒരു ആയുസ് ദൈവം കൊടുത്തു വിട്ടിട്ടുണ്ട്. ആ ആയുസാകുമ്പോൾ എല്ലാവരും പോണല്ലോ എന്ന് പറഞ്ഞ പോലെ ഉണ്ണിമോളും ചിലപ്പം ഈ ലോകത്ത് നിന്ന് തന്നെ വിട പറയായിരിക്കും. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.